വിഷുവായിട്ട് ഞങ്ങൾ രണ്ടാളും ഉറങ്ങിയിട്ടുണ്ടായില്ല. കാരണം എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം ഏകദേശം 3:30 നേരത്താണ് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതിൻ്റെ ശേഷം ഞങ്ങൾ രണ്ടാളും കണി വെച്ച് അങ്ങനെ നേരെ അമ്പലത്തേക്ക് പോയി. അമ്പലത്തിൽ നിന്ന് നല്ല അടിപൊളി പായസം ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷുക്കൈനീട്ടൊക്കെ കൈമാറിയിട്ടാ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ദുബിയും ബാനും ഷാഹിദക്കൊക്കെ കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ദുബി കണി കാണാൻ വന്നതായിരുന്നു കേട്ടോ. കണിയൊക്കെ കണ്ടിട്ട് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഏട്ട അവർക്ക് കൈനീട്ടൊക്കെ കൊടുത്ത് അവർക്ക് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഹാപ്പിയായി. അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ചെറിയൊരു സദ്യ, കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. ഒരു 3-4 ഫാമിലി കൂടിയിട്ടാണ്. അപ്പം 3-5 ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ഞാനും ഏട്ടനും കൂടി കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടാണ്. അങ്ങനെ കുക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നേരെ ഡ്രസ്സ് മാറ്റിയിട്ട് ബാനുവിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഫുഡ് കഴിക്കൽ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ട് ചെന്ന് എല്ലാവരും കൂടെ ഇലയിടലും വിളമ്പലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. സദ്യയൊക്കെ ഉഷാറായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. വെറൈറ്റി സദ്യ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടാ. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പായസം പാലട ആയിരുന്നു. പാലട അടിപൊളിയായിരുന്നു കേട്ടോ. അത് കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം ഇരുന്ന് കഴിച്ച്. അപ്പം തന്നെ ആകെ മൊത്തമായിണ്ടായി. സദ്യയും പായസവും ഐസ്ക്രീമൊക്കെ കൂടെ. അത് കഴിഞ്ഞിട്ടൊരു ഡാൻസും പാസ്സാക്കിയിട്ട് എല്ലാവരും പോയി കിടന്നുറങ്ങി.